ഇസ്രായേലിന്റെ ആരോ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറഞ്ഞുവെന്ന് അടുത്തിടെ വാൾ സ്ട്രീറ്റ് ജേണലിൽ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിരുന്നു. പ്രധാനപ്പെട്ട നിരവധി മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഇന്ന് ഇസ്രായേലിലുള്ള ചില ഡിഫൻസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു കാര്യം പറഞ്ഞു. അതെ, ഇവർ പറയുന്ന ഈ കണക്കുകൾ സത്യം തന്നെയാണ്. താഡ് ഡിഫൻസ് സിസ്റ്റം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ അമേരിക്കയുടെ ഈ താഡ് ഡിഫൻസ് സിസ്റ്റം ഇവിടെ ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ആരോ ഇന്റർസെപ്റ്റർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളരെ വേഗത്തിൽ കുറയുന്നു എന്നുള്ള ഒരു കാര്യം അറിയിച്ചു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണ്? താഡ് ഡിഫൻസ് സിസ്റ്റം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഇതിനകം സംസാരിച്ചതാണ്. അടുത്തിടെ പോലും ഇറാൻ അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ ഹാക്ക് ചെയ്തു, സ്പൂഫ് ചെയ്തു എന്നുള്ള വാർത്തകളും നമ്മൾ അറിഞ്ഞതാണ്. ഇതിനുശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഇപ്പോൾ ഇറാന്റെ പക്കൽ വലിയ രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡ് ഒന്നും ഇല്ല. അവരുടെ പക്കൽ ക്രൂയിസ് മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് എന്നതല്ലാതെ അവരുടെ നഗരങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഏതൊരു BMD എന്ന ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഒന്നും ഇല്ല. ഇനി ഇസ്രായേലിനെ നോക്കിയാൽ ഇസ്രായേലിന്റെ പക്കൽ നിരവധി മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഉദാഹരണത്തിന് ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 ഇതൊക്കെ നമ്മൾ ഇതിനകം പറഞ്ഞതാണ്. എങ്കിലും ഞാൻ ഇവിടെ പേര് ഒന്നുകൂടി ഇവിടെ പരാമർശിക്കാം. ഇതിൽ ഇപ്പോൾ പുതുതായി വന്ന് ചേർന്നിട്ടുള്ളതാണ് അമേരിക്കയുടെ താഡ് ഡിഫൻസ് സിസ്റ്റം. ഇവ ഓരോന്നും ക്യാപ്പബിളായ സിസ്റ്റം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ വിശ്വസിച്ചിരിക്കുന്നത് ഡേവിഡ് സ്ലിങ്ങിനെ അല്ല, അയൺ ഡോമും അല്ല. പകരം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നിർമ്മിച്ച ആരോ 2, ആരോ 3 ഇവയ്ക്ക് രണ്ടിനും 1500 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഒന്ന് 1000 കിലോമീറ്ററിനുള്ളിലും മറ്റൊന്ന് ആരോ 3 എന്നത് 1500 കിലോമീറ്റർ റേഞ്ചും ഉണ്ട്. അത്രയും ദൂരം ചെന്ന് ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഇനി അമേരിക്കയുടെ താഡ് നോക്കിയാൽ അതും ആരോ സീരീസിന് ഈക്വലായി അല്ലെങ്കിൽ അതിലും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. പ്രായോഗികമായി നോക്കിയാൽ ഇസ്രായേലിന്റെ ഏതൊരു ഭാഗത്തു നിന്നും ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്താൽ അത് ഇസ്രായേലിൽ നിന്നും സൗദി അറേബ്യയുടെ എയർ സ്പേസും കഴിഞ്ഞ് സൗദി അറേബ്യയിലുള്ള ഒരു ലക്ഷ്യത്തെ പോലും നിർവീര്യമാക്കാൻ സാധിക്കും. എന്തിന്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിലുള്ളവയെ പോലും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഒരു സാറ്റലൈറ്റ് ആകാം, അല്ലെങ്കിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ എയർ സ്പേസ് റീച്ച് ആകുന്നതിന് മുൻപ് തന്നെ ഇവരെ കൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എവിടെയാണ് പ്രശ്നം വന്നത്? ആരോ ഇന്റർസെപ്റ്റർ മിസൈൽസ് വളരെ വേഗം തീരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് താഡിന്റെ ഇന്റർസെപ്ഷൻ ഫെയിൽ ആകുന്നതാണ്. താഡ് എന്നത് ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ ആ ഡിഫൻസ് സിസ്റ്റം ഫെയിൽ ആകാൻ ഇവിടെ എന്താണ് പ്രശ്നം സംഭവിച്ചത് എന്നൊരു ചോദ്യം എല്ലാവർക്കും വരണം. അതിനുള്ള ഉത്തരമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈൽസ് അകത്തേക്ക് വരുമ്പോൾ ഇതിൽ 2 തരത്തിൽ റീഎൻട്രി ഫേസ് ഉണ്ടാകും. ഒന്നാമത്തേത് സാധാരണ ഏതൊരു ത്രസ്റ്റേഴ്സും ഇല്ലാതെ ഗുരുത്വാകർഷണം മാത്രം ഉപയോഗിച്ച് റീഎൻട്രി ഫേസിൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഏകദേശം 22,000-23,000 km/h മണിക്കൂറിൽ ഇത്രയേറെ വേഗതയിൽ താഴേക്ക് വന്ന് വീഴുന്ന മിസൈൽസ് ആണ്. മറ്റൊന്ന് ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഹൈപ്പർസോണിക് മിസൈൽസിൽ ഉപയോഗിക്കുന്ന ത്രസ്റ്റേഴ്സ് അല്ല ഇവിടെ, ചെറിയ ചെറിയ ത്രസ്റ്റേഴ്സ് ആയിരിക്കും. അതായത് ഈ റീഎൻട്രി ഫേസിലേക്ക് വരുമ്പോൾ ഡീറ്റാച്ച് ആകുന്നത് പോലെ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് ചെയ്യുന്നത് ഈ മിസൈൽ അകത്തേക്ക് വരുന്ന വേഗതയിൽ അതിനെ പതിയെ ഒന്ന് മാറ്റും. അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നൽകും. അപ്പോൾ ആ ഒരു മിസൈൽ ചെറുതായി ഒന്ന് മെനുവർ ചെയ്യുന്നത് പോലുള്ള ഒരു ഇമേജ് ഉണ്ടാകും. അതിന്റെ പാത വിട്ട് ഒരല്പം മാറി അവസാനം അതിന്റെ ടാർഗറ്റിൽ ചെന്നത് റീച്ച് ആകും. ഇങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽസ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇനി ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളത് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ആ റീഎൻട്രി ഫേസിന് മുൻപ് തന്നെ മിഡ് കോഴ്സ് ഫേസിലുള്ളപ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യണം. ഇറാനിൽ നിന്നും ലോഞ്ച് ആകുന്ന മിസൈലിനെ അതിന്റെ ബൂസ്റ്റ് ഫേസിൽ വെച്ച് ഒരിക്കലും ഇസ്രായേലിനെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി റീഎൻട്രി ആകുമ്പോൾ അതിനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ പക്കലുള്ളത് 2 ഓപ്ഷനാണ്. ഒന്നാമത്തേത് ആരോ, അതല്ല എങ്കിൽ താഡാണ്. ഡേവിഡ് സ്ലിംഗ് ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ അവസാനത്തെ ലെയർ ആണ്. ഇപ്പോൾ ഈ ആരോ മിസൈൽസിനും താഡ് മിസൈൽസിനും ടെക്നോളജിക്കലി നിരവധി വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ താഴെ നിന്നും അയക്കുന്ന ഈ ഒരു മിസൈൽസ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പോകുമെന്ന് നമുക്കറിയാം. അങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ പോയിന്റ് റീച്ച് ആകുമ്പോൾ ആ മിസൈൽ ഒന്ന് മെനുവർ ചെയ്യണം. ഇവിടെയാണ് താഡ് മിസൈൽ എങ്ങനെ പരാജയപ്പെട്ടു അതുപോലെ
ആരോ മിസൈൽ എങ്ങനെ വിജയിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ താഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 2 സ്റ്റേജുള്ള സോളിഡ് ഫ്യൂൽ പവേർഡ് ഇന്റർസെപ്റ്റർ മിസൈലാണ്. അവ ഓരോന്നിന്റെ ഭാരവും പല ടണ്ണോളം ഉണ്ടാകും. ഈ സോളിഡ് ബൂസ്റ്ററിന്റെ ഫേസ് എന്നത് ഒരു പ്രത്യേക ഉയരത്തിൽ ആ മിസൈലിനെ കൊണ്ടുപോവുകയും അതിനുശേഷം വിഭജിക്കും. ആ മിസൈൽ ടാർഗറ്റിനെ റീച്ച് ചെയ്യുന്ന പൊസിഷൻ അനുസരിച്ച് അതിൽ ഫ്യൂൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബൂസ്റ്റർ പ്രത്യേകം അതിൽ നിന്ന് മാറിപ്പോകും. കൂടാതെ ഈ താടുന്നത് ഹിറ്റ് ടു കിൽ എന്ന പ്രോസസ്സ് ഉള്ളതാണ്. നേരിട്ട് ആ മിസൈലിൽ ചെന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ DACS എന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. താടിൽ മാത്രമാണ് ഇതുള്ളത്. ഇതിന്റെ പേര് ഡൈവേർട്ട് ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ്. അതായത് ഒരു മിസൈൽ നേർരേഖയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതതിന്റെ പാതയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. താഴേക്ക് പോവുക, മുകളിലേക്ക് വരിക, കറങ്ങും, സൈഡ് വേർഡ്സിൽ തിരിയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ആ മിസൈൽസിൽ തന്നെ എക്സ്റ്റേണൽ ബൂസ്റ്റേഴ്സ് ഉണ്ടാകും. ചെറിയ ചെറിയ ബൂസ്റ്റേഴ്സ്. ഇത് ചെയ്യുന്നത് ആ മിസൈൽ അതിന്റെ ടാർഗറ്റിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മിസൈൽ അത് പോകുന്ന വേഗത്തിൽ ഒരല്പം ദിശ മാറി പോവുകയാണെങ്കിൽ അതിന് ചെറിയ ചെറിയ കറക്ഷൻസ് നടത്തി അതിനെ നേരെ കൊണ്ടുപോകും. ഈ DACS എന്ന കോൺസെപ്റ്റ് താടിലുണ്ട്, പക്ഷെ ആരോയിലില്ല. ഇത് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ ഡിസഡ്വാൻറ്റേജ് പോലെ തോന്നാം. എന്നാൽ ഇവിടെ താടിന്റെ വലിയൊരു ഫെയിലിയറിന് കാരണമായിട്ടുള്ളതും ഈ ഒരു DACS സാങ്കേതികവിദ്യയാണ്. ഇപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിലേക്ക് വരാം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് സാധാരണ ഏതൊരു തരത്തിലും മെനുവർ ചെയ്യാതെ അകത്തേക്ക് വന്നപ്പോഴൊക്കെ താടിന്റെ ഇന്റർസെപ്ഷൻ അവിടെ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ചെറിയ ചെറിയ മെനുവേഴ്സ് ചെയ്യുമ്പോൾ ഈ സാധാരണ ബാലിസ്റ്റിക് മിസൈൽസിന്റെ വാർഹെഡ് തന്നെ ചെറിയ ചെറിയ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് മെനുവർ ചെയ്യിപ്പിക്കുമ്പോൾ ഈ താടിനെ കൊണ്ട് അതിന് ഇന്റർസെപ്ഷൻ പോയിന്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ DACS സാങ്കേതിക വിദ്യ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ DACS സാങ്കേതിക വിദ്യ ഈ മിസൈലിനെ, താടിന്റെ ഇന്റർസെപ്റ്റർ മിസൈലിനെ നേരെ രേഖയിൽ കൊണ്ടുപോകാൻ സഹായിച്ചാൽ പോലും ഇത് ഏത് രീതിയിലും അതിന് അനുകൂലമായ ഒരു പാത ടെർമിനൽ ഫേസിൽ കൊടുക്കുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഓൺബോർഡ് സീക്കേഴ്സും ഓപ്റ്റിക്കൽ സെൻസേഴ്സും ഈ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർസിൽ നിന്ന് വരുന്ന ഇൻപുട്സ് എല്ലാം തന്നെ ആ മിസൈലിനെ ഒരേ രേഖയിൽ യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ മെനുവർ ചെയ്യുന്ന ടാർഗറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ കഷ്ടപ്പെടും. അതായത് ഈ ബാലിസ്റ്റിക് മിസൈൽ മെനുവർ ചെയ്ത് വരുമ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ താടിന്റെ ഇന്റർസെപ്റ്ററിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇന്റർസെപ്റ്റർ പോവുകയാണ്. ആ ഇന്റർസെപ്റ്റർ റഡാർ ബീമിലും ഓപ്റ്റിക്കൽ സെൻസറിലും എല്ലാം ഈ ഒരു മിസൈൽ ക്യാപ്ചർ ചെയ്യപ്പെടും. എന്നാൽ ഈ വരുന്ന ബാലിസ്റ്റിക് മിസൈൽ മെനുവർ ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഇന്റർസെപ്റ്ററും അതിനനുസരിച്ചതുപോലെ തന്നെ മെനുവർ ചെയ്യണം. അപ്പോൾ ഇന്റർസെപ്ഷൻ പോയിന്റ് എന്നത് മെനുവർ ചെയ്യുന്ന മിസൈലിനെതിരെ മൈന്യൂട്ടായി മിസ്സാകുന്നത് കൊണ്ട് താഡ് ഇവിടെ ഫെയിൽ ആകുന്നുണ്ട്. അതുപോലെ ഹിറ്റ് കിൽ എന്ന മെക്കാനിസം ഉപയോഗിച്ചത് കൊണ്ട് സൈഡ് വേർഡിലും ആക്രമിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒരു ബാലിസ്റ്റിക് മിസൈൽ വരികയാണെങ്കിൽ താടിന്റെ ഇന്റർസെപ്റ്ററിന് നേരിട്ട് ചെന്നതിൽ പതിച്ച് കൂട്ടിമുട്ടി പൊട്ടിത്തെറിക്കുന്ന ആ ഒരു മെക്കാനിസമാണുള്ളത്. അപ്പോൾ ചരിഞ്ഞ് ആക്രമിക്കാനോ നശിപ്പിക്കാനോ ഉള്ളൊരു ഫെസിലിറ്റി താടിലില്ല. ഇത് താട് പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോ എങ്ങനെയാണ് ഇവിടെ സക്സസ് ആയത്? DACS സാങ്കേതികവിദ്യ ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ ഇവിടെ എങ്ങനെ സക്സസ് ആയി എന്ന് ചോദിച്ചാൽ അതിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതികവിദ്യ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ താടിന്റെ മിസൈൽ ഇന്റർസെപ്റ്റാറിനും ആരോ 2 ആരോ 3 ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ആരോ 3 തന്നെ എടുക്കാം. ആരോ 3 മിസൈൽ ഇന്റർസെപ്റ്റാറിനും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെയുണ്ട്. സാധാരണ താഡ് ഇന്റർസെപ്റ്റാർ നേർ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ അതിന്റെ ബൂസ്റ്റേഴ്സ് ഉപയോഗിച്ച്. ഇവിടെ ആരോ 3 ഇന്റർസെപ്റ്ററിൽ അങ്ങനെ ഒരു ഫംഗ്ഷനേ ഇല്ല. ഇതിന്റെ കിൽ വെഹിക്കിൾ മാത്രം പ്രത്യേകം അറ്റാച്ചായി പോകുമ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാകും. നടുവിലുള്ള വാർഹെഡിന്റെ ഭാരം, ഇതിന്റെ വെയിറ്റ് ഏകദേശം 100-120 കിലോ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് നടുവിലുള്ള ഭാഗമാണ്. ഇനി മുൻപിലുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സെൻസർ. ഇനി പുറകിലായുള്ളത് മെനുവറബിൾ ത്രസ്റ്റേഴ്സ് ആയിരിക്കും. താടിൽ ഈ മെനുവറബിൾ ത്രസ്റ്റേഴ്സ് ഇല്ല. അതതിന്റെ ടെർമിനൽ ഫേസിൽ എത്തുന്നതിന് റോക്കറ്റ് എഞ്ചിനും ബൂസ്റ്ററും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ആരോയിൽ മെനുവറബിൾ ത്രസ്റ്റ് എന്നത് മൾട്ടി ഡയമെൻഷനലി അഡ്ജസ്റ്റ് ആകുന്നത് പോലെ ആയിരിക്കും കൊടുത്തിരിക്കുക. ഇവ ഇപ്പോൾ ചെയ്യുന്നത് അകത്തേക്ക് പോകുന്ന മിസൈലിന് ഒരു വലിയ ഹൈ ഇൻപുട്ട് തന്നെ നൽകും. ഇപ്പോൾ എതിരെ ഒരു മിസൈൽ വരികയാണെങ്കിൽ ഈ ഒരു ഇന്റർസെപ്റ്റർ ഓൺബോർഡ് സീക്കർ ഉപയോഗിച്ച് മൾട്ടി ഡയറക്ഷനിൽ തിരിയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഈ മിസൈലിന്റെ 3 സെഗ്മെന്റും വെവ്വേറെ ദിശകളിലേക്ക് തിരിയാൻ കഴിവുള്ളവയാണ്. വാർഹെഡ് നടുവിലാണുള്ളത്. പിന്നിലുള്ള ത്രസ്റ്റേഴ്സ് ആ മിസൈലിനെ മുന്നിലേക്ക് പോകാനായി പ്രേരിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഡയറക്ഷൻസ് മാറ്റും. എന്നാൽ ഇവിടെ ഈ മുൻപിലുള്ള ഈ സെൻസർ അത് ചെയ്യുന്നത് മിസൈലിന്റെ പാത മാറ്റുന്നതിന് പകരം അത് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്
എതിരെ വരുന്ന ടാർഗറ്റിനെ ഐഡന്റിഫൈ ചെയ്യും. ഈ ഒരു മെക്കാനിസം താഡിലില്ല. ആരോയിൽ ഇങ്ങനൊരു സവിശേഷതയുള്ളത് കൊണ്ട് ഇത്രയും മെനുവർ ഇത് ചെയ്യുമ്പോൾ അകത്തേക്ക് വരുന്ന ഈ ഒരു മിസൈലിനെ, ബാലിസ്റ്റിക് മിസൈൽസിന്റെ വാർഹെഡ്സിനെ ഇത് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിൽ പോലും ആക്രമിക്കാൻ സാധിക്കും. അതായത് ഒരു പോയിന്റ് മിസ്സായാൽ പോലും അതിൻ്റെ അടുത്ത പോയിന്റ് ഉണ്ടല്ലോ, നേരിട്ട് ചെന്ന് പൊട്ടിത്തെറിച്ച് നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ സൈഡ് വേർഡ്സിൽ ചെന്ന്, അതായത് അതിൻ്റെ ബൂസ്റ്റേഴ്സ് വഴി യു ടേൺ അടിച്ച് അതിൻ്റെ സൈഡ് വേർഡ്സിൽ ചെന്ന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെക്കാനിസം ആരോയിലുണ്ട്. ഇത് പ്രധാനമായും ഇറാന്റെ മെനുവറബിൾ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ഹൈ എഫിഷ്യൻസിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 93% ഇന്റർസെപ്ഷൻ റേഷ്യോ ഉണ്ട്. അത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ഈ ഓരോ ഇന്റർസെപ്റ്റാറിന്റെ വില എന്നത് 3 മുതൽ 5 മില്യണിലും അധികം ഉണ്ടാകും. അതുമാത്രമല്ല, അവരുടെ പക്കൽ വളരെ പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ വിശ്വസിച്ചത് അമേരിക്കയുടെ ഈ ഡിഫൻസ് ഫോഴ്സസ് അവരുടെ SN3 മിസൈൽസ് ഉപയോഗിച്ച്, പാട്രിയോട്ടിന്റെ മിസൈൽസ്, ഈ താഡ് മിസൈൽസ് എല്ലാം ഉപയോഗിച്ച് ഈജിസ് എക്യുപ്ഡ് ഷിപ്സിൽ നിന്നും ഈ മിസൈൽസ് എല്ലാം ഫയർ ചെയ്ത് അവയെ എല്ലാം ഡിഫെൻഡ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ജോലി ഇവിടെ കുറയുമെന്ന് ചിന്തിച്ചു. എന്നാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ ഒരു സംവിധാനം, ഈജിസ് എക്യുപ്ഡ് ഷിപ്സിൽ നിന്നും ഫയർ ചെയ്യുന്ന മിസൈൽസ് ഒക്കെ എഫിഷ്യൻസി ഉണ്ടെങ്കിലും താഡ് സിസ്റ്റം ഇവിടെ ഫെയിൽ ആകുമ്പോൾ ആരോയിൽ വീണ്ടും കൂടുതൽ ഭാരം ചുമത്തേണ്ടി വരുന്നു. അങ്ങനെയുള്ളപ്പോൾ മറ്റു മാർഗമില്ലാതെ അവരുടെ പക്കലുള്ള ഈ മിസൈൽസ് എല്ലാം അവർ കൂടുതലായി ഫയർ ചെയ്യുന്നു. അങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽസിനെ തടഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരോ മിസൈൽസിന്റെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 100 ആ ഒരു എണ്ണത്തിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ഒരു കണക്കാണ് പുറത്തു വന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഇതൊക്കെ ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇറാന്റെ മെനുവർ ചെയ്യുന്ന വാർഹെഡ്സ് എന്നത് അമേരിക്കയുടെ ഡിഫൻസ് നെറ്റ്വർക്കിനെ തന്നെ ഇവിടെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇസ്രായേലിന് അവരുടെ റിസോഴ്സ് എല്ലാം എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു ടോപ്പിക് ഞാൻ കഴിയുന്നത്ര വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കുറച്ചുകൂടെ വിശദമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനിമേഷൻ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി ഓയ് സോഫിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.